الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم، والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. وأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العظيم. من سلك طريقا يطلب فيه علما سهل الله له طريقا إلى الجنة. صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ നാളെ മർക്കസിൻ്റെ സനദ്ദാന സമ്മേളനവും ഖത്മുൽ ബുഖാരി സമ്മേളനവും ആണ്. ഒറ്റ ദിവസം കൊണ്ട് ചെറിയ നിലയിൽ കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചതെങ്കിലും അത് വലിയൊരു സമ്മേളനമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇന്ന് പല ആളുകളും അവിടെ വന്നുകൊണ്ടിരിക്കുകയും മർക്കസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ ഇങ്ങോട്ട് വരാൻ തന്നെ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും സ്വന്തം നാടാണല്ലോ എന്ന നിലക്ക് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിച്ച് ഈ സദസ്സിൻ്റെ ബർക്കത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. വരീബിൻ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഹിന്ദ്, മലിക്കുൽ ഹിന്ദ് എന്നൊക്കെയാണ് അവർക്കൊണ്ട് പറയുന്നത്. ഇന്ത്യൻ്റെ രാജാവ് എന്ന് പറയാൻ കാരണം പലതുമുണ്ട്. അവിടുന്ന് അജ്മീറിൽ വന്ന് താമസമാക്കിയ സമയത്ത് അവിടുത്തെ ഭരണാധികാരി പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് മുസ്ലിമീങ്ങളോട് കടുത്ത വിരോധമുള്ള ഒരാളായിരുന്നു. അതിൻ്റെ ഇടയിൽ മഹാനായ ഗരീബ് നവാസ് ഖാജ തങ്ങളുടെ കറാമത്ത് കൊണ്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആ കറാമത്ത് വലിയ വലിയ വെള്ളപ്പാണ്ട് രോഗികൾ മുമ്പിൽ വന്നാൽ വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് തടയി കൊടുക്കും, അല്ലെങ്കിൽ ഈ രോഗം നിനക്ക് വേണ്ടെന്ന് പറയും. അല്ലാഹു തആല അത് സ്വീകരിക്കും. അല്ലാഹു തആല ആ രോഗം ശിഫയാക്കും. വേറൊരു ഭ്രാന്തനെ കെട്ടി വലിച്ചു കൊണ്ടുവന്നാൽ
ഉടനെ തന്നെ കെട്ടഴിച്ച് ഒരു ഊത്ത് ഊതി നടന്നു പോയിക്കെന്ന് പറഞ്ഞാൽ ആ രോഗം മാറിപ്പോയി. അങ്ങനെ പല കറാമത്തുകളും കണ്ടപ്പോൾ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് ധാരാളമായി കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ അജ്മീരിൽ വലിയ കുളമുണ്ട്, ആനാസാഗർ കുളം എന്ന് പറഞ്ഞാൽ അത് കുഴിച്ചുണ്ടാക്കി കുളമല്ല, നമ്മളെ ഇടുക്കി ഡാം പോലെ 2-3 മലകളുടെ ഇടക്ക് കെട്ടി തടസ്സപ്പെടുത്തി അതൊരു കുളം പോലെ ആക്കിയെടുത്തതാണ്. ഈ ആനാസാഗറിൽ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും ഇറങ്ങി ചെല്ലുകയും അവിടെ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ ഈ വെറുപ്പുകൊണ്ട് പൃഥ്വിരാജൻ എന്ത് പറഞ്ഞു, ഇനി മുതൽ ഈ കുളത്തിൽ നിന്ന് മുസ്ലിമീങ്ങളാരും വെള്ളമെടുക്കാൻ പാടില്ല, അതിലാരും കുളിക്കാനും വരാൻ പാടില്ല, അവിടെ ഇറങ്ങാൻ പാടില്ല പാസാക്കി. ഈ വിവരം ബഹുമാനപ്പെട്ട ഖാജ ഗരീബിൻ്റെ വാർത്തകളോട് ജനങ്ങൾ ചെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പൃഥ്വിരാജൻ പറയുന്നത്. അദ്ദേഹം രാജാവല്ലേ, ഇവിടെ ഭരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നമ്മളതിനെതിരൊന്നും നിൽക്കണ്ട, അവർ പറഞ്ഞത് സ്വീകരിക്കാം, നമ്മളുടെ ഒരു വർഗീയത ഉണ്ടാക്കണ്ട, അദ്ദേഹം പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഒരു കൂതിൽ അല്പം വെള്ളം ആ കുളത്തിൽ മുക്കിയെടുക്കാൻ ഇന്ന് നമുക്ക് സമ്മതം തരുമോ ചോദിക്കണം. തന്നാലും മുക്കിക്കൊണ്ടുവരണം, ഇല്ലെങ്കിൽ വേണം. അങ്ങനെ ജനങ്ങൾ ചെന്ന് പൃഥ്വിരാജനോട് പറഞ്ഞു, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഓർഡർ നടപ്പാക്കാൻ തയ്യാറാണ്, ഒരൊറ്റ മുസ്ലിമും ഇനി ആ കുളത്തിലേക്ക് ഇറങ്ങൂല, ഒരു പാത്രം വെള്ളം ഞങ്ങൾക്ക് ഇന്ന് മുക്കിയെടുക്കാൻ സമ്മതം തരണം. അത് സമ്മതം കൊടുത്ത് ഒരു കൂതിൽ വെള്ളം മുക്കി ആ വെള്ളം കൊണ്ടുപോയി ഖാജാ തങ്ങളുടെ അടുക്കൽ വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ നീളമുള്ള ആഴമുള്ള വീതിയുള്ള ഈ കുളം പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അതിലില്ല. അതൊന്നായി പറ്റി ഉണങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ജനങ്ങളെല്ലാവരും പരിഭ്രമിച്ചു. അങ്ങനെ എന്താ ഇതിന് കാരണം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഖാജാ തങ്ങളുടെ മുരീദുമാരായ മുസ്ലിം സമുദായത്തെ ഇതിലേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അല്ലാഹു തആല അത് പറ്റിച്ചു കളഞ്ഞതാണെന്ന് അവർക്ക് ബോധ്യം വന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഖാജൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ ഖാജ ഗരീബിൻ്റെ ഭാഗത്ത് പറഞ്ഞത് എന്താണ്, ഒരു കിണർ ഒരാൾ കുഴിച്ചാൽ ആ കിണറിൽ നിന്ന് വെള്ളം തടയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരാൾ സ്വന്തം പണം ചെലവാക്കി ഒരു കിണർ കുഴിച്ച്, എന്നാലും ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഒരാൾ വന്നാൽ തടയാൻ പാടില്ല. അത് ഹിന്ദുവിനെയും തടയരുത്, ക്രിസ്ത്യാനിയെയും തടയരുത്, മുസ്ലിമിനെയും തടയാൻ പാടില്ല. പിന്നെ ഈ വെള്ളമാണെങ്കിൽ പൊതു മഴ പെയ്തിട്ട് ഉണ്ടായി പിന്നെ ഉറക്ക് പൊട്ടി അതൊക്കെ ഉണ്ടാകുന്ന വെള്ളമാണ്. ഇത് നിങ്ങളാരെയും തടയൂല
എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ കുളത്തിൽ വെള്ളം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ അതെ, എല്ലാവരും സമ്മതിച്ചു. ഇനിമേലിൽ ഞങ്ങൾ ആരെയും തടയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കൂത്തിലെ വെള്ളം കൊണ്ടുപോയി ആ കുളത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒഴിച്ചപ്പോൾ കുളം നിറഞ്ഞു. പഴയ കാലത്ത് ഉണ്ടായ ആ വെള്ളം പോലെ തന്നെ കുളമായി നിറഞ്ഞു വന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ മങ്കൂസ് മൗലൂദിനടക്കമുണ്ട് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം മുസ്ലിക്കുകൾ 1000 കൊല്ലമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നതുമായ സാവ പറ്റിപ്പോയി ഉണങ്ങിപ്പോയ നേരം നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഖാജാ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ഇതൊന്നായി പറ്റിപ്പോവുകയും പിന്നീട് ഒരു പാത്രം വെള്ളം അതിലൊഴിച്ചപ്പോൾ കുളം നിറയുകയും ചെയ്ത ഈ അനുഭവം കണ്ടപ്പോൾ അവിടുത്തെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ആദ്യമായി അവിടെ ഇസ്ലാം മതം സ്വീകരിച്ചത് അന്നത്തെ രാജാവിൻ്റെ ഉപദേഷ്ടാവായ ഒരു സ്വാമിയായിരുന്നു. അയാളാണ് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത്. പിന്നെ നൂറുകണക്കായ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഖാജാ തങ്ങൾ ഒരൊറ്റ കുട്ടിയെ നിർബന്ധിച്ച് ഇസ്ലാമാക്കിയിട്ടില്ല. അവിടുത്തെ കറാമത്തുകൾ മഹത്വങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് ഈമാനുള്ള ജനങ്ങൾ ഉണ്ടായി വരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയാണ് ദീനുൽ ഇസ്ലാം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് നിലനിന്നു. അതിനുശേഷം സ്വഹാബത്തിൻ്റെയും അതിനുശേഷം താബീയങ്ങളുടെയും ഔലിയാക്കളായ മഹാന്മാരുടെയും കറാമത്ത് കൊണ്ട് ഇസ്ലാം മതം സ്ഥിരപ്പെട്ടു വന്നു. അതാണ് ഇസ്ലാമിൻ്റെ സ്ഥിതി. മുസ്ലിം ആരെയും അടിച്ചേൽപ്പിക്കുകയോ നിങ്ങൾ മുസ്ലിമായിട്ടില്ലെങ്കിൽ നമ്മൾ അതിനാക്കും ഇങ്ങനെയാക്കും പറഞ്ഞിട്ട് പേടിപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്തതായ ഒരു ചരിത്രം ഇല്ല. മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ വന്നത് എല്ലാ നിരക്കും കറാമത്തുകളെ കൊണ്ട്, ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളുടെ കറാമത്ത് കൊണ്ട്. ഗരീബ് നവാസ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അവരുടെ കറാമത്ത് ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കറാമത്തുകൾ അവിടെ വന്നിട്ട് പല കറാമത്തുകളും അനുഭവപ്പെട്ട് ഒരുപാട് എതിരാളികൾ നല്ലവരായി തീർന്നു. എന്നാൽ പിന്നെ എന്താണ് അവിടെ വിൽക്കാൻ വയ്ക്കുന്നവരും കള്ളു കുടിക്കുന്നവരും മറ്റു പലരും ഇവിടെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഈ നമ്മളെ പുത്തൻ പ്രസ്ഥാനക്കാർ മുജാഹിദുകൾ ജമാഅത്തുകാർ ഇഷ്കാലാക്കും. കഴിവില്ലാത്തതുകൊണ്ടല്ലല്ലോ അത്. അള്ളാഹു തആലക്ക് കഴിവില്ലേ? ഇവിടെ എല്ലാ ജനങ്ങളെയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ അള്ളാഹു കഴിവില്ലേ? എന്നിട്ട് ഇവിടെ കള്ളുകുടിയന്മാരും വ്യഭിചാരികളും ദുരിവാസികളെയും അള്ളാഹു ഇവിടെ വെച്ചക്കിടില്ലേ? അതുപോലെ അള്ളാഹുവിൻ്റെ അടിമകൾ റഹ്മാൻ എന്ന ആ സിഫത്തുള്ള റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ സിഫത്ത്, അതിൽ നിന്നുള്ള റഹ്മത്തിൻ്റെ ഉടമസ്ഥരായ ഔലിയാക്കളും കറാമത്തും കാണിക്കുകയും ചിലപ്പോൾ അവരെ ഇടയിൽ വെച്ചിട്ട് നാശം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും.
അവരെ അവിടെ നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് കറാമത്തില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കഴിവുള്ളവരല്ലേ. എന്നിട്ട് ഇവിടെ എന്തെല്ലാം ആളുകൾ നടത്തുന്നു, അത് ദുനിയാവിൻ്റെ സ്ഥിതിയാണ്. അല്ലാഹു തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്കും ഈമാൻ ഇല്ലാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹു. ദുനിയാവിൽ ആഖിറത്തിലാണ് ഉണ്ടാവില്ല. ദുനിയാവിൽ അല്ലാഹു തആല എല്ലാ റൗഡികൾക്കും തമ്മാടികൾക്കും മോശപ്പെട്ടവർക്കും ഗുണം ചെയ്യും, നല്ലവർക്കും ഗുണം ചെയ്യും. അതുകൊണ്ട് അല്ലാഹു തആലക്ക് അത് കഴിവില്ലെന്നോ അല്ലാഹു തആല പൊരുത്തപ്പെട്ടതാണെന്നോ ഒന്നും അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവർ അറിയുകയും കാണുകയും ചെയ്യുന്നുവെങ്കിലും അവരെ കറാമത്ത് എന്നും നിലനിൽക്കുന്നുവെങ്കിലും ഒരു വിഭാഗം ആളുകൾ അതിനെതിരായി പറഞ്ഞാൽ അവരെവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ മഹത്തുക്കളായ ഔലിയാക്കൾക്ക് എന്നും കറാമത്തുണ്ട്. അവരുടെ ഹയാത്ത് കാലത്തും കറാമത്തുണ്ട്, മൗത്തിൻ്റെ ശേഷവും കറാമത്തുണ്ട്. ഞാൻ അതിനെപ്പറ്റി നീട്ടിപ്പോൾ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ സമയം സൗകര്യപ്പെട്ടെങ്കിൽ പറയാം. ഞാൻ നിർത്തുകയാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും ഹയാത്തോടു കൂടി തന്നെ ഖബറിൽ കിടക്കുകയാണ്. ഇവിടുന്ന് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ റസൂല് അറിയുകയും കാണുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവീൻ, ഫസയറല്ലാഹു അമലക്കും, നിങ്ങളെ അമല്, നിങ്ങളെ പ്രവർത്തനം അല്ലാഹു തആല കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിക്കുന്നുണ്ട്. വൽ മുഅ്മിനൂന, ആ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച ഉന്നതരായ മുഅ്മിനീങ്ങൾ, മഹത്തുക്കളായ ആളുകൾ, അവരും ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്ന് ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹത്തുക്കളായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ യുവാക്കളോട് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഈമാൻ സലാമത്തായി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷിയിൽ കൂടി പോകരുത്. അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്നവരാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോഴും ഇവിടുത്തെ മുജാഹിദിൻ്റെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനായി മരിച്ചുപോയി. ആ മുഹമ്മദ് നബിയുടെ ശരീരം ഇവിടെ വെച്ചിരുന്നുവെങ്കിൽ കെട്ടുനാറി മണത്ത് ജനങ്ങൾക്ക് വിഷമമായി പോകുമായിരുന്നു. അതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് മറവ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും മറവ് ചെയ്യുകയും ഉണ്ടായത് എന്ന് മുജാഹിദിൻ്റെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നു, അൽമനാറിൽ എഴുതുന്നു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി അവരുടെ
പ്രബോധനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് നബി നശിച്ചു പോകും, മുഹമ്മദ് നബി ദ്രവിച്ചു പോകുന്ന മനുഷ്യരാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ആരെങ്കിലും ഈമാൻ സലാമത്തായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളാരും പെട്ടുപോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി വസിയത്തായി പറയുകയാണ്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, റബ്ബേ ഇത്ര കടുപ്പപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ആഖിറത്തിൽ വെച്ച് പറഞ്ഞ് ബെല്ല് കടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത്ര കടുപ്പപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറവും കടുപ്പപ്പെട്ട പലതും അവർ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ, ഞാൻ അള്ളാഹുവിനോട് ഓരോ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ് പൊറുക്കള്ളത്തോടും എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് നോക്കിയിട്ട് ഈ മുജാഹിദിൻ്റെ നേതാവ് എന്താ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു ഉറുമാലെടുത്തിട്ട് ഇങ്ങനെ സോപ്പിട്ട് തിരുമ്പി കഴുകിയാൽ പിന്നെയും കഴുകി ഒരു ദിവസം 100 പ്രാവശ്യം ഈ ഉറുമാലിങ്ങനെ കഴുകിക്കൊണ്ടിരുന്നാൽ അവൻ ഭ്രാന്തനല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ ഭ്രാന്തനുണ്ടാവുക? അതുപോലെ മുഹമ്മദ് നബി ദോഷം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പൊറുക്കള്ളത്തേടുന്നത് എന്നാണ് അവർ എഴുതി വച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ചെയ്തത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയം കാണിക്കാൻ വേണ്ടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടിയും ആണ്. റസൂലുള്ള ദോഷം ചെയ്തതുകൊണ്ടല്ല, ഒരു ചെറുദോഷം പോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കളവാണെന്ന് സംശയിക്കപ്പെടാവുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഹിറക്കിൽ എന്ന ക്രിസ്ത്യാനികളുടെ രാജാവ് ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, മുഹമ്മദ് നബിയിൽ നിന്ന് കളവാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന വല്ല വാക്കുകളും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, കളവാണെന്ന് ഒരാൾക്ക് തോന്നാൻ സാധ്യതയുള്ള വല്ല വാക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞതില്ല, അങ്ങനെയൊന്ന് മുഹമ്മദ് നബിയിൽ ഉണ്ടായിട്ടില്ല. ഒരു കളവും പറഞ്ഞിട്ടില്ല, കളവാണെന്ന് തോന്നാവുന്ന വാക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. അൽ അമീൻ എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ. അത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കളവും പറഞ്ഞിട്ടില്ല, കളവാണെന്ന് തോന്നാവുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. കളവാണെന്ന് ധരിക്കപ്പെടാവുന്ന ചില വാക്കുകൾ മറ്റുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടേ ഇല്ല. സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യയെ സംബന്ധിച്ച് എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സഹോദരി എന്ന് പറഞ്ഞാൽ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളെല്ലാം സഹോദരികളാണ് എന്ന നിലക്ക് ഈ ഭാര്യനെ എൻ്റെ സഹോദരിയാണ്
പറയേണ്ടി വന്നു ഒരു സ്ഥലത്ത്. കാരണം ഒരു അക്രമിയായ രാജാവിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ എത്തിപ്പെട്ടു യാത്ര പോകുമ്പോൾ. ആ രാജാവ് പറഞ്ഞാൽ ഭാര്യമാരെ തലാക്ക് ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമാണ് ആ കാലത്ത്, അതില്ലെങ്കിൽ കൊന്നുകളയും. ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സാറബേബിയോട് വന്ന് പറയുന്നു, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അതിൽ അത്ഭുതപ്പെടേണ്ട, നീ എൻ്റെ സഹോദരി, ഞാൻ ഈമാൻ്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങളൊക്കെ സഹോദരി സഹോദരന്മാരല്ലേ, ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോക്ക്, നിങ്ങൾ കളവാണെന്ന് സംശയിക്കപ്പെടാവുന്ന ഒരു വാക്കാണ് ഇത്. എന്നാൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ അങ്ങനെ സംശയിക്കപ്പെടേണ്ടുന്ന ഒരു വാക്ക് പോലും പറയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതാണ് സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കുകളോട് ചോദിച്ചു, വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. അല്ല മനുഷ്യരെ, 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു. ഈ 40 കൊല്ലത്തിനിടയിൽ ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ ഉറപ്പാണല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ റസൂലാണ് എന്ന് പറയുന്ന ഈ വാക്ക് മാത്രം നിങ്ങളെന്താണ് വിശ്വസിക്കാത്തത്, നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞതായി ഖുർആൻ നമ്മളോട് പറയുന്നു. വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു, ഒരു കളവും പറഞ്ഞിട്ടില്ല, ഒരു കളവാണെന്ന് തോന്നാവുന്നതും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചതായി ഖുർആൻ നമുക്ക് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന കക്ഷികളാണ് ഈ വിദഅത്തിൻ്റെ കക്ഷികളെല്ലാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത എല്ലാ കക്ഷികളും അല്ലാഹുവിൻ്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തി ഒരു സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്ന പാർട്ടികളാണ്. അങ്ങനെ വന്നാൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ചിന്തിക്കണം. ആരെങ്കിലും വന്ന് ഇതൊന്നും അവൾക്കട്ടെ എന്നൊരു മാസികയും കയ്യിൽ തന്ന് പോയാൽ അത് വായിച്ചിട്ട് അത് തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൻ അത് വായിക്കാൻ പോകരുത്. ആർക്കാ കഴിവ്? ഇവിടെ തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാൻ കഴിവ് സാധാരണക്കാർക്കുണ്ടാവോ? അതുണ്ടാവില്ല. അതില്ലാത്തവർ അത് വായിക്കാൻ പോകണ്ട. നിങ്ങൾ അവർക്ക് യാതൊരു ഗുണവും ചെയ്തു കൊടുക്കണ്ട. അവരെ പ്രസ്ഥാനം വളർത്താൻ എല്ലാ ആളുകളും നമ്മളെ ഈമാൻ്റെ കാര്യത്തിൽ വളരെയധികം ഭയപ്പെടണം. വഫാത്തിൻ്റെ സമയത്ത് ഈമാൻ സലാമത്തായി ഈ ലോകത്തുനിന്ന് പോകണ്ടേ സഹോദരങ്ങളെ? നമുക്ക് അതിന് നിങ്ങളെല്ലാവരും പ്രത്യേകമായി ആലോചിക്കണം. അല്ലാത്ത പക്ഷം കാര്യം അപകടമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, എൻ്റെ ഔലിയാക്കളിൽ പ്രസിദ്ധരായ ഖുത്ബായ ഗരീബ് നവാസ് ഖാജ തങ്ങളുടെ മജ്ലിസാണ് ഈ മജ്ലിസ്. അതുകൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയെ എല്ലാവരെയും ഉറപ്പിച്ച് നിലനിർത്തണേ അല്ലാഹ്.
അതിൽ നിന്ന് ശക്ക് കൊണ്ട് തറദ്ദുതായി പോകുന്ന കൂട്ടത്തിൽ ഒരിക്കലും പെടുത്തല്ലേ അല്ലാ. അർഹമുറാഹിമേ, ഞങ്ങളെ യുവാക്കളെയും കുട്ടികളെയും എല്ലാം പഴപ്പിക്കാൻ വരുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ വലയിൽ പെടാതെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കണം റഹ്മാനെ. കുറ്റിപ്പുറം തരാമത്തായവന് ഇവിടെ നമ്മൾ അവാർഡ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ തന്നെ, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. ദ്വാരക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വളരെയധികം സഹായിക്കുന്ന ആളാണ്. എല്ലാ കൊല്ലവും സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി സഹായം ചെയ്യുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മളെ എല്ലാവരുടെയും ഉമ്മ വാപ്പമാർക്ക് അള്ളാഹു പുറത്തു നിൽക്കുമാറാകട്ടെ. ഞങ്ങളിൽ മരിച്ചുപോയ എല്ലാ ആളുകളും ഉമ്മവാപ്പമാർ, സഹോദര സഹോദരിമാർ, അവർക്കെല്ലാവർക്കും നീ മാപ്പ് കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും നീ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഞങ്ങളുടെ ഈ സ്ഥാപനം നീ അഭിവൃദ്ധിപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ള നീ നിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം മാത്രം നോക്കണേ അല്ലാ. വല്ലഭിൻ്റെ നോട്ടമുണ്ടാവല്ലേ അല്ലാ. റഹ്മാനുറഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണമല്ല. ആഫിയത്തോടെ ദീർഘ ആയുസ് തരണമല്ല. നിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ആയുസ്സിനെ ഇനിയും നീട്ടിത്തരണമല്ല. ഞങ്ങൾക്ക് ആഫിയത്ത് തരണമല്ല. പഠിത്തവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അർഹമുറാഹിമേ, ഞങ്ങളെയും ഞങ്ങളെ സഹായിക്കുന്നവരെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മർക്കത്ത് സഖാഫത്ത് സുന്നിയയും അതിൻ്റെ ശാഖകളാവുന്ന മർക്കത്ത് ഗാർഡനും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും ഇതിനെയെല്ലാം സഹായിക്കുന്ന മുഴുവൻ ആളുകളും എത്രയോ സാധുക്കളുണ്ട്. കഴിവില്ലാതെ വളരെ വിഷമിച്ച് സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ സഹായം ചെയ്യണേ അല്ലാ. അവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ അതിഭയങ്കരമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ നിലക്കും നീ എല്ലാ സമയത്തും സഹായിക്കണേ അല്ലാ. അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളുടെ പ്രധാനപ്പെട്ട ഖാദിം മഹ്ദീമിയ അവർക്ക് ഞങ്ങൾക്കും ആഫിയത്തും തൂലുൽ ഹയാത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും തൂലുൽ ഹയാത്ത് ഇഫ്ഫത്തും സിഹത്തും പ്രദാനം ചെയ്യണേ അല്ലാ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات. അള്ളാഹു തആല ഈമാൻ സലാമത്താക്കി തന്നെങ്കിലല്ലാതെ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. നല്ല ഓർമ്മയിൽ വേണം എല്ലാവർക്കും. ഇബ്ലീസിൻ്റെ ഷർറിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതിമി സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി ഫഇന്നഹാ മഖ്ബൂലത്തുൻ ബിഗൈരി തറദ്ദുദി. അമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. നമ്മുടെ ഓരോ അമലുകളും അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന തറദ്ദുദിലാണ്. സ്വലാത്ത് ഒഴികെ സ്വലാത്ത് ചൊല്ലിയാൽ അത് സ്വീകരിക്കപ്പെടും.
അത് ഒരിക്കലും തട്ടിപ്പോകില്ല. അതുകൊണ്ട് ഈമാൻ സലാമത്ത് ആവാൻ വേണ്ടി എല്ലാ ആളുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ-റഹീമായ അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. നമുക്ക് അല്ലാഹു തആല ഈമാനെ എഴുതി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഹക്ക് പറയാനും ഹക്ക് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. انتهت الكلمات المباركة، ولقد تركتم آثارا عميقة في سويداء قلوبنا. تكلل